നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. എന്നാ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയും. നിങ്ങൾ ഇതിനകത്തിരുന്ന് ബേളം വെച്ചാലേ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയും. നിങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്കല്ലേ പോകുന്നത്? നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പൊയ്ക്കൂടെ? ഷെയർ ചെയ്യാനോ? ഇയാളോ കേട്ടോ, അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അതിലും ഭേദേ വല്ല ട്രെയിനിനും തല വെക്കുന്നതാ. നീ ട്രെയിനിന്റെ മുന്നിൽ ചെന്നാലേ ട്രെയിനിന്റെ പാളം തെറ്റും. ചേട്ടാ, നിങ്ങൾ വണ്ടി വിട്ടേ. ഇവരെയും കൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ഞാൻ ഈ വണ്ടിയും കൊണ്ട് വന്നതേ നിങ്ങളുടെ തിരുമറി കാണാനല്ല. ഇതിലാരാ വരുന്നതെന്ന് തീരുമാനിക്കും. മോളെ, ഇപ്പൊ എന്തായാലും ഇങ്ങനെ സംഭവിച്ചില്ലേ? നിങ്ങൾ ഒന്നിച്ചങ്ങ് പോ. നീ വൈകിയാലേ ഓഫീസിലെത്താൻ ബുദ്ധിമുട്ടിലാവും. നീ അങ്ങോട്ട് കേറാൻ നോക്കിയേ. അല്ല, അത് നിന്നോട് അങ്ങോട്ട് കേറാനല്ലേ പറഞ്ഞേ? നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അവിടെ കയറിക്കേ. കേറിക്കോട്ടെ മോളെ, അവർക്കും വൈകില്ലേ? എന്നെ പറഞ്ഞു മതിയല്ലോ. വാ ഇങ്ങോട്ട്. വന്നേ. എല്ലാത്തിനും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോ തരുന്നുണ്ട്. ഓ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അണ്ണാ പോവാവോ? ഇനിയിപ്പോ എന്ത് കാണാനാ നിൽക്കുന്നു? വണ്ടി വിടും. എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്റെ തലയിൽ കയറിക്കും. നിന്റെ അപ്പൂപ്പൻ ഒപ്പിച്ച പണിയാ. ഇല്ലെങ്കിൽ ഇത്ര ആൾക്കാരുടെ കൂടെ ഞാൻ ഒരിക്കലും യാത്ര ചെയ്യില്ല. ഇന്നത്തെ ദിവസം എന്തായാലും അബദ്ധം പറ്റി. ഇനി ശ്രദ്ധിച്ച മതിയല്ലോ. ഇത്ര ആൾക്കാർ നടക്കുന്ന വഴി കൂടെ പോലും നമ്മൾ നടക്കരുത്. എന്നാ പിന്നെ അങ്ങനെയുള്ളവരോട് ആകാശത്തോട് പറക്കാൻ പറ. ബുദ്ധിമുട്ടുള്ളവരങ്ങ് പറഞ്ഞാ മതി. ഞാൻ പറയുന്നതിനൊന്നും നീ മറുപടി പറയേണ്ട കാര്യമില്ല. ഞാൻ തന്നോട് മറുപടി പറഞ്ഞെന്ന് ആരാ പറഞ്ഞ? എനിക്ക് സൗകര്യമുള്ളത് ഞാൻ പറയും. എന്നാ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയും. നിങ്ങൾ ഇതിനകത്തിരുന്ന് ബേളം വെച്ചാലേ എനിക്ക് സൗകര്യമുള്ളത് ഞാനും പറയും. രണ്ടുപേരും ഒന്നും മിണ്ടാതിരുന്നാ കൊള്ളാം. അച്ഛൻ ബഹളം വെച്ചിട്ടല്ലേ അങ്കിള് ചീത്ത പറഞ്ഞേ? എന്നിട്ട് എന്തിനാ എന്നെ നോക്കുന്നേ? എന്നെ നോക്കണ്ട, അമ്മ ഞങ്ങളെ വഴക്കുണ്ടാക്കിയത്.
മോൻ എപ്പോഴും ഇങ്ങനെയാണോ? ഞങ്ങളോടൊക്കെ ദേഷ്യപ്പെടുന്നത് പോട്ടെ, നിങ്ങളോടും ദേഷ്യപ്പെട്ടാണല്ലോ സംസാരിക്കുന്നത്. അതെ, അവനെ എന്നോട് സംസാരിക്കുന്ന രീതി അങ്ങനെ തന്നെയാ. അത് അവന് ദേഷ്യമൊന്നുമില്ല, അവന് ശീലം കൊണ്ടുള്ളൊരു സ്വഭാവ. അച്ഛനും മക്കളും തമ്മിൽ സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കിതൊരു വല്ലായ്മയായിട്ടാ തോന്നിയത്. ഹരിയെ, അവനെന്റെ മോനൊന്നുമല്ല, എന്റെ മരുമകനാ, എന്റെ പെങ്ങളുടെ മോനാ. അതുപോലെ തന്നെ എന്റെ മോളുടെ ഭർത്താവുവാ. മോള് അവള് ജീവിച്ചിരിപ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാന് അന്വേഷിക്കാറുമില്ല. എന്നെയും അവനെയും ആ പാവപ്പെട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവളൊന്ന് ഇറങ്ങിപ്പോയതാ. എന്നെ സംബന്ധിച്ച് അവള് മരിച്ചു. അവളെ ഇറങ്ങിപ്പോയത് മുതല് അവൻ ജീവിക്കുന്നത് ആ കുഞ്ഞിന് വേണ്ടിയിട്ടാ. കുഞ്ഞിനെയോ എന്നെയോ അവ ഇതുവരെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണിക്കുന്ന ദേഷ്യം, അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഞാനേ അവനെ കൂടെ കൂടെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കും. ചില ആലോചനകളും അങ്ങ് നടത്തും. അത് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടുന്നേ. അപ്പൊ അതാണ് കാര്യം. ദേഷ്യപ്പെടാനൊന്നും അവനറിയില്ല. കാണുന്നവരൊക്കെ സ്വന്തം കുടുംബം പോലെ കണ്ടോണ്ടിരുന്നവനാ. അങ്ങനെ ഒരു പഴയകാലം അവനുണ്ടായിരുന്നേ. ഇപ്പോ ഇങ്ങനെയൊക്കെ ആവും തലയിൽ എഴുതിയിരിക്കുന്നേ. എന്തായാലും ശ്രമം ഉപേക്ഷിക്കണ്ട. ഒരു വിവാഹം കഴിച്ച് ഒരു പെണ്ണ് വരുമ്പോ ഇതൊക്കെ മാറും. രണ്ടാം കല്യാണമല്ലേ, ആളുകൾ നോക്കുമ്പോ അതൊരു കുറവ് തന്നെയാ. ആരാ വരികയെന്നറിയില്ല. പത്മ ടീച്ചറിനെ പോലത്തെ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ ഉറപ്പിച്ചേന്നെ. അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ? ദൈവം തീരുമാനിക്കട്ടെ. അല്ല, ആദിമോന്റെ അച്ഛൻ എവിടെയാണ്? അടുപ്പത്ത് കറിയിരിക്കുന്നുണ്ട്, ചിലപ്പോ കരിഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.